ఇక్కడ అయ్యో కావాలా ഓട്ടോ അപ്പോൾ വെൽക്കം ബാക്ക് ഗായ്സ്. നമ്മളിത് ഇന്ന് നമ്മുടെ 25th ഇന്ന് വൈകിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോണത്. നമ്മൾ 25th നമ്മുടെ ഓൾ ഇന്ത്യ റൈഡ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്, അപ്പുറത്തെ ഫാമിലീസ് വന്നിട്ടുണ്ട്, എൻ്റെ കസിൻസ് എല്ലാം വന്നിട്ടുണ്ട്, എൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, എൻ്റെ ചേട്ടന്മാരുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവരെല്ലാം അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഈ ടൈമിൽ എൻ്റെ കൂട്ടുകാരനാണ് വ്ളോഗ് ചെയ്യുന്നത്, അവനും ചാനലുള്ളതാണ്. പിന്നെ ഞാൻ നിൽക്കുന്നത് വിഷ്ണു, അവനും എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ഈ ദേവൻ, അവനറിയാമല്ലോ, അവനായിരിക്കും എൻ്റെ കൂടെ വരുന്നത്. പിന്നെ ആ ബെന്നി ഇരിപ്പുണ്ട്, എൻ്റെ കൂട്ടുകാരന്മാരാണ് മൊത്തം. എല്ലാവരും വന്നിട്ടുണ്ട്. ചിലവർക്ക് വരാൻ പറ്റിയിട്ടില്ല, അത് പ്രശ്നമില്ല. പക്ഷേ എല്ലാവരും വന്ന് നല്ല ഹാപ്പിയാണ് ഞാൻ എന്തായാലും. അപ്പം ഇപ്പം ഞാൻ പെട്രോൾ പമ്പിൽ നിന്നാണ് ഞാനിത് രണ്ടാമത് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ മറന്നുപോയി ഈ സംഭവം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയതാണ്. അപ്പം ഇതിൻ്റെ ഓഡിയോ ഓഫായിരുന്നു. നമ്മുടെ താക്കോലെടുത്ത് നമ്മളെല്ലാം ഓക്കെ ആയി. ഇതേ പോയി അമ്മയ്ക്കൊരു ഉമ്മയും കൊടുത്ത് ഇതാണ് അമ്മയ്ക്കൊരു ഉമ്മയും കൊടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അതാണല്ലോ ആദ്യത്തെ ഒരു ഇത്. നമുക്കെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് തന്നെ വേണ്ടേ. സത്യം പറയാൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇറങ്ങുന്ന ടൈമിൽ. പോകാൻ എല്ലാവരും ഇറങ്ങുമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു എന്തോ വർഷങ്ങളുടെ ആഗ്രഹമാണ്. വർഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുണ്ടല്ലോ, സമയമുണ്ടല്ലോ, ക്ലിയറായിട്ട് ഞാൻ എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു ഇതിൽ നല്ല രീതിയിൽ എഫോർട്ടാക്കി എത്ര വർഷത്തെ ഇതാണെന്നറിയാമോ. അപ്പം അത് നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഹാപ്പിനെസ്സാണ്. മീൻസ് ആദ്യം അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പോകുന്ന ടൈമിലെടുത്തപ്പം നമുക്ക് ഓഡിയോ മിസ്സായിപ്പോയി. അതിൻ്റെ ഓഡിയോ നമുക്ക് കിട്ടിയില്ല. ഓഡിയോ ഓഫായിരുന്നു, നമ്മുടെ GoProയിൽ ഓഡിയോ ഓഫായിരുന്നു. അത് കാരണം നമുക്ക് കിട്ടിയില്ല. അപ്പം അത് കാരണമാണ് ഞാൻ ഇപ്പം ഇവിടെ നിന്ന് രണ്ടാമത് റെക്കോർഡ് ചെയ്ത് അയക്കുന്നത്. പിന്നെ വണ്ടിയുടെ ശബ്ദമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. വേറൊന്നും കൊണ്ടല്ല, ഞാൻ പെട്രോൾ പമ്പിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം ഞാൻ ടെൻ്റ് അടിച്ചിരിക്കുന്നതും വണ്ടി വെച്ചിരിക്കുന്നതും എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ എൻ്റെ ഫോൺ കുത്തിയിട്ടിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ. കാരണം പമ്പ് ഇപ്പം ക്ലോസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് കിടക്കണം. അപ്പം ചാർജ് ചെയ്തുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാന്നുള്ള സെറ്റപ്പിലാണ്. ഇപ്പം നമ്മൾ കണ്ണൂരാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഓരോ ദിവസം വരുന്ന വീഡിയോസ് ഞാൻ മാക്സിമം അന്നന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഓൾറെഡി 10:30 ആകുമ്പോഴാണ് ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് തന്നെ. ഇതിന് എപ്പം നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ക്ഷീണമുണ്ട്. അപ്പം ഞാൻ ഈ ടൈമിൽ ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ഇറങ്ങുവാണ്. ഇതിൻ്റെ ഈ വീഡിയോ തന്നെ എൻ്റെ കൂട്ടുകാരുടെ അടുത്താണ് ഞാൻ ഇതിൻ്റെ ആദ്യം കാണിച്ചു തന്നത്. അപ്പോൾ ഗായ്സ്, ഞങ്ങളിതാ ഇപ്പം ഉച്ചയ്ക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ കയറി നിന്ന് കഴിക്കാൻ പറ്റാത്തതാണ് നമ്മളിങ്ങനെ നിൽക്കുക. ഇപ്പോൾ റോഡ് സൈഡിലാണ്. ഇത് ഏങ്ങണ്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. മീൻസ് ഗുരുവായൂർ എത്തുന്നതിൻ്റെ മുന്നേ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ വണ്ടി നമ്മുടെ ഫിഫ്റ്റീന് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ദേവൻ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഒരു ഹായ് പറഞ്ഞേ. വേറെ നിവർത്തിയൊന്നുമില്ല കഴിച്ച്. അപ്പോൾ ഇങ്ങനെ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം ഞാൻ കുഴിമന്തി മേടിച്ച്, അവൻ വെജ് ഫ്രൈഡ് റൈസും മേടിച്ച്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അവന് ക്യാമറ വരാൻ നാണമാണ് ഗൈസ്. ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമുക്ക് നോക്കാം. ഫുഡ് കഴിക്കുവാണ് ഗൈസ്. എന്ത് ചെയ്യാം അല്ലേ. ഹലോ ഗായ്സ്, അപ്പം നമ്മളിത് ഫുഡെല്ലാം കഴിച്ചിട്ടിരിക്കുവാണ്. രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ചെസ്കി ഇവിടെ നിൽപ്പുണ്ട്. ദേവ ഫുഡൊക്കെ പറഞ്ഞില്ല, വയറ് പറഞ്ഞു. ഇപ്പം നമ്മൾ ഇനി ഇവിടുന്ന് അടുത്തത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമുക്കിനി ബാക്കി അവിടെ ചെന്നിട്ട് വിളിക്കും. ഓക്കെ, അങ്ങനെ കാസർഗോഡ് എത്തിയിരിക്കുകയാണ്. ഇന്നൊരു 20 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ കാസർഗോഡിലേക്ക്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വരുന്നതിന് മുന്നേ ഒരു പാലം കണ്ടിട്ട് ഞങ്ങൾ നിർത്തിയതാണ്. ഇതാണ് സ്ഥലം. നൈസല്ലേ ഇത്? അടിപൊളി സ്ഥലമല്ലോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? നമ്മുടെ ഫെസ്റ്റി അവിടെ ഇരിപ്പുണ്ട്. ഏടാ, ഇവിടെ നല്ല കാറ്റ് കയറാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കേൾക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ ഇതുണ്ടോ, നല്ല രീതിയിൽ തിരുമാല അടിക്കുന്നുണ്ട്. നല്ല ഒഴുക്കുണ്ട്. നമ്മളെന്തായാലും നല്ലൊരു ആശ്വാസം കൂടെ ആയി കേട്ടോ. ഫെസ്റ്റിക്ക് കൂടി ഒരു റെസ്റ്റ് കിട്ടും. ഇത്ര നമ്മൾ 250 കിലോമീറ്റർ നമ്മളൊക്കെ ആയി. 250 കിലോമീറ്റർ നമ്മളായി. അപ്പം ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ കൂടി ഇന്ന് പോകാനാണ് പ്ലാൻ. അത്രയും മതി. കാരണം 50 കിലോമീറ്റർ കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് എല്ലാറ്റും വർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തും. അപ്പോൾ അവിടെ നിന്നിട്ട് ഇരിക്കാനായിട്ട് നിന്നിട്ട് നാളെ ബാംഗ്ലൂർ അങ്ങനെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. നമുക്ക് നോക്കാം. നിങ്ങൾക്കിത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. രാത്രി സ്റ്റേ ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ ഒക്കെ എടുത്ത് പ്ലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ നോക്കേണ്ടി വരും എങ്ങനെയാണെന്ന് ഒരു പിടുത്തുക. നല്ല കാറ്റടിക്കുന്നുണ്ട്. നല്ല സുഖം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഗായ്സ്, ഇപ്പോൾ നമ്മൾ വരുന്ന വഴി കണ്ടതാണ്. ഇത് കോമൺവെൽത്ത് ട്രസ്റ്റ് ഓട് ഫാക്ടറിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു. ഇവിടെ മൊത്തം ഓടാണ് ഇരിക്കുന്നത്. എനിക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. ആ ഭാഗത്തൊരു കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ വന്നത് ഇതിലേ കൂടെ ആണ് വന്നത്. കണ്ടപ്പോൾ ഒന്നും എടുക്കാതിരിക്കാൻ തോന്നിയില്ല അല്ലാടാ. നോക്കിയേ, ആ മതില് പോലെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കിയേ. എനിക്ക് തോന്നിയത് റെയിൽവേ പാളം വെച്ച് ഉണ്ടാക്കിയതാണ്. പാളത്തിന്റെ സാധനം വെച്ച് ഉണ്ടാക്കിയതാണ്. കണ്ടോ? ആ നോക്കിയേ, കാട് നോക്കിയേ. റോഡ് സൈഡാണ്, ബീച്ച് സൈഡാണ്. അപ്പോൾ അവിടാണ് ഈ രസം കാണാൻ. നോക്കിയാൽ മൊത്തം ഓടാണ്. കണ്ടോ? ഓക്കെ, അപ്പം നമ്മുടെ 232 കിലോമീറ്ററായി. ഇനിയും പൊക്കോണ്ടിരിക്കുകയാണ്. അല്ലടാ, ഞങ്ങൾ പോയിട്ട് പിന്നെ കാണാം. ഓക്കെ, In 200 meters, turn right onto Ferox City Road. Take the next right onto Ferox City Road. In 150 meters, keep left to stay on Ferox City Road. Keep left to stay on Ferox City Road. എന്നെക്കൊണ്ട് പറ്റുന്നത്ര ലൗഡായിട്ടല്ല സംസാരിക്കുന്നത്. റോഡിലുള്ള എല്ലാവരും നോക്കുവാണ്. കാരണം ഗോപ്രോയുടെ മൈക്കിൻ്റെ ഇഷ്യൂ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതല്ലേ, ആ ഒരു പ്രശ്നമുണ്ട്. Continue on.
ഇവിടെ ഗാർഡ് നമ്മളെ അല്ലാതെ അടിച്ചോ, അല്ലാതെ അടിച്ചു. എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റെ ചാനലുണ്ട്, നമുക്ക് നോക്കിയാണ് ബ്ലാക്ക് പിസ്റ്റൻസിന് അടിച്ചു നോക്കിയാണ്. ബ്ലാക്ക് പിസ്റ്റൻ ഇവിടെ പോലെ ഒളിഞ്ഞു പോവാ. നമ്മൾ ആ ഒരു അങ്ങനല്ല കാണുന്നുണ്ടോ? വീഡിയോ ഇവിടെ തന്നെയാണോ? എന്റെ ഫോൺ നാളത്തെ കാര്യം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എനിക്കിവിടെ ക്ലാരിറ്റി കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. കാണാവോ? ഓക്കെ. അപ്പോൾ ഗൈസ് വണ്ടി വരി. പിന്നെ വേണ്ട ഫോൺ കുത്തിയിട്ടിരിക്കുക, ഫോണ് ഇതെല്ലാം കുത്തിയിട്ടിരിക്കുകയാണ്. ഈ ഒരു ജിമ്മ് നമ്മൾ ഇതെല്ലാം കൂടെ കുത്തിയിട്ടിരിക്കുകയാണ്. ഇത് ക്യാമറയുടെ 2 പവർ ബാങ്ക്, അവൻ്റെ ഫോണിൻ്റെ ഇതെല്ലാം കൂടെ കുത്തിയിട്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ കലാപരിപാടികൾ എങ്ങനെ ഉണ്ടായിരുന്നു അത് പറ. കലാപരിപാടി എന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്. നമ്മള് 350 കിലോമീറ്റർ അടുത്ത് കവർ ചെയ്ത്, പിന്നെ ഇപ്പം ടെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഓർമ്മ. ഇപ്പൊ ഈ ആദ്യത്തെ ദിവസമായത് കാരണമാണ് ഈ പ്രശ്നം. ഇപ്പൊ 2 ദിവസം ആകുമ്പോൾ പിന്നെ പ്രശ്നം വരത്തില്ല, ശീലമായിക്കോളും. ഇപ്പൊ ആദ്യത്തെ ദിവസമായത് കാരണം ചെറിയൊരു നടുവേദന ഉണ്ട്. മാറും എന്ന് വിചാരിക്കുന്നു, അല്ലേ? പെർഫെക്റ്റ്. ഓക്കെ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഇനി എഡിറ്റ് ചെയ്ത്, വലിയ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം കൂടെ അല്ലേ ആ പടി ഫോണിൽ തന്നെ വേണം ചെയ്യാൻ. ബാക്കിയുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും പ്രത്യേകിച്ച് വലിയ എഡിറ്റിങ്ങോ അങ്ങനൊന്നും ഇല്ല. നമ്മൾ ഫസ്റ്റ് ആ ഒരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് കഴിയുമ്പോൾ ഇനി ബാക്കി ഇതെല്ലാം അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തിട്ട് ഫോൺ കുത്തിയിടണം. എന്നിട്ട് ഫോൺ റീചാർജ് ആയി കഴിഞ്ഞാൽ അതെല്ലാം കൂടെ എടുത്തിട്ട് പിന്നെ പോയി കിടന്നുറങ്ങണം. അതാണ് പരിപാടി. അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടികൾ തീർന്നു. നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ ഇന്ന് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു റോഡിലും കാര്യങ്ങളൊക്കെ. പിന്നെ ആ വരെ ഇറങ്ങിയതിൻ്റെ ഇത് നമ്മുടെ ഒന്നും വേറെ കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു പ്രശ്നമാണ്.
അപ്പോൾ നാളെ മുതൽ നല്ല വീഡിയോസ് വരും എന്ന് ആലോചിക്കുന്നു. കാരണം ഇതിപ്പോൾ നമ്മുടെ എറണാകുളവും കാര്യങ്ങളും കാസർഗോഡ് കോഴിക്കോട് അങ്ങനെയുള്ള ഏരിയ ആയതാണ്. നമ്മൾ പ്രത്യേകിച്ച് എക്സ്പ്ലോർ ചെയ്യാനോ അങ്ങനെയൊന്നും നിന്നില്ല. നാളെ മുതലാണ് നമ്മുടെ എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പം സ്റ്റേ ട്യൂൺ ഗൈസ്. എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ഓക്കെ, ബൈ. അപ്പോൾ ഗായ്സ് നമ്മളിത് കണ്ണൂരെത്തി. കണ്ണൂർ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ അവിടെ പുള്ളിക്കാരൻ മാനേജറിൻ്റെ ഒക്കെ ആദ്യം ചോദിച്ച് സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇത്തിരി കൂടെ സംസാരിച്ചപ്പോൾ പുള്ളി ഓക്കെ ആക്കി പറഞ്ഞു. അങ്ങനെ നമ്മളിത് ടെൻ്റ് അടിച്ചു. നമ്മുടെ വണ്ടി അപ്പുറത്തിരിപ്പുണ്ട്. പിന്നെ ദേവൻ അവിടെ നിന്ന് ഫോണൊക്കെ കുത്തിയിടുവാണ്. എനിക്കിതിപ്പോൾ കൊണ്ട് ചാർജ് ചെയ്യണം. പിന്നെ ഇതാണ് നമ്മുടെ ടെൻറ്റ്. ഇത് വെട്ടമില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. കാണിച്ചിട്ടായിരുന്നു. എന്തെങ്കിലും കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം കഴിയുമ്പം കിടക്കും. അപ്പോൾ അതിനുള്ള സെറ്റപ്പാണ്. നമ്മുടെ സിസ്കി അപ്പുറത്തിരിപ്പുണ്ട്. അപ്പം ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നാളെ നമുക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയത്തില്ല.